നമ്മൾ ഗോവയിലെ ലാസ്റ്റ് ദിവസമാണ്. അപ്പോൾ പോകുന്നതിന് മുമ്പ് ഒരു അടിപൊളി കാഴ്ച നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരെയും ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അങ്ങനെ നമ്മളിന്ന് എത്തിയിരിക്കുന്നത് ബോട്ടിങ്ങിന് വേണ്ടിയാണ്. അപ്പോൾ ഗോവയിൽ വന്നാൽ നമുക്കറിയാം ബീച്ച്, ഫോർട്ട്, അതുപോലെ ഒത്തിരി പള്ളികളൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടു കാണും, അഗോഡ ഫോർട്ടിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടേക്കണേ. അപ്പോൾ നമ്മൾ അഗോഡ ഫോർട്ടിലേക്ക് പോകുന്ന വഴിക്കാനുള്ളൊരു ബോട്ടിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ബോട്ടിംഗ് കഴിഞ്ഞിട്ട് വേണം അഗോഡ ഫോർട്ടിലോട്ട് പോകാം, അല്ലെങ്കിൽ അഗോഡ ഫോർട്ട് കണ്ടിട്ട് ഇറങ്ങി വരുന്ന വഴിക്ക് ഈ ബോട്ടിങ്ങിന് കയറാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പിള്ളേരെയും കൊണ്ടൊക്കെ ആയതുകൊണ്ട് പിറ്റേ ദിവസത്തേക്കാണ് മാറ്റി വെച്ചിരുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ ഇന്ന് ബോട്ടിങ്ങിന് വേണ്ടി എത്തിയിരിക്കുകയാണ്. സിംഗൂരം വില്ലേജിലാണ് ഈ ബോട്ടിങ്. മണ്ടോവി റിവറിൽ നിന്ന് ഈ ബോട്ടിങ് സ്റ്റാർട്ട് ചെയ്ത് കടലിലേക്കാണ്, അറബിക്കടലിലോട്ടാണ് ബോട്ടിങ്. 45 മിനിറ്റ് ഉണ്ട്. 45 മിനിറ്റ് ബോട്ടിങ്ങിന് ഒരാൾക്ക് 350 രൂപ, 350 റുപ്പീസാണ് ചാർജ് ചെയ്യുന്നത് കേട്ടോ. ഒരാൾക്ക് കുട്ടികളിൽ 5 വയസ്സിൽ കൂടുതൽ പ്രായമുള്ള കുട്ടികൾക്ക് 350 വെച്ച് എടുക്കുന്നുണ്ട് കേട്ടോ. അവർക്ക് ഫുൾ ചാർജ് തന്നെയാണ്, കൺസെഷനൊന്നുമില്ല. അങ്ങനെ നമ്മൾ മണ്ടോവി റിവറിൽ നിന്ന് ബോട്ടിങ് സ്റ്റാർട്ട് ചെയ്ത് കടലിലൂടെ ഡോൾഫിനെ എല്ലാം കണ്ട് വളരെ മനോഹരമായൊരു എക്സ്പീരിയൻസാണ്, കാഴ്ചകളുമാണ്. അപ്പോൾ കടലിലൂടെ ഉള്ളൊരു ബോട്ടിങ്ങൊക്കെയാണ്. 45 മിനിറ്റാണ് നമ്മുടെ ടൈമിങ്. ഗോവയിൽ വരുന്ന ആരും നിങ്ങളിത് മിസ് ചെയ്യരുത്. പ്രത്യേകിച്ച് നമുക്ക് ഈ ബോട്ടിങ്ങിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നോർമൽ ബോട്ടിങ് പോലല്ല, കടലിൽ കൂടെ അറിയാമല്ലോ, ആ വെള്ളത്തിൻ്റെ വേവ്സ് വരുന്നതിനനുസരിച്ച് നമ്മുടെ ബോട്ട് പൊങ്ങുകയും താഴുകയൊക്കെ ചെയ്യും. നല്ലൊരു എക്സ്പീരിയൻസാണ്, കാറ്റുണ്ട്. പിന്നെ നമുക്ക് ഈ യാത്രയിൽ ഡോൾഫിനെ കാണാൻ സാധിക്കും. ഒത്തിരി ഡോൾഫിനുണ്ട്. നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണാമെങ്കിൽ നിങ്ങൾക്ക് ഇടയ്ക്ക് നമ്മൾ ഡോൾഫിനെ കണ്ട സമയത്ത് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റിയ കുറച്ച് വീഡിയോസ് നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മാത്രമല്ല, ഇഷ്ടം പോലെ ബോട്ടിങ്ങാണ്. ഈ നമ്മൾ സ്റ്റാർട്ട് ചെയ്തെടുത്ത ഡെസ്റ്റിനേഷൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒത്തിരി ബോട്ടുകളുണ്ട്. അപ്പം എല്ലാ ബോട്ടുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞ് ഈ ഡോൾഫിനെ കാണുമ്പോൾ എല്ലാ ബോട്ടുകാരും കൂടെ ഒന്നിച്ച് ആവേശത്തോടെ കൂകി നിലവിളിക്കുകയൊക്കെ ചെയ്യുന്ന നല്ലൊരു എക്സ്പീരിയൻസാണ്. പിന്നെ മാത്രമല്ല, നമ്മൾ അഗോഡ ഫോർട്ട് ഒരു കുന്നിൻ്റെ മുകളിലാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. അപ്പോൾ ആ അഗോഡ ഫോർട്ടും അതുപോലെ നമുക്ക് ഇവിടെ പോർച്ചുഗീസുകാർ പണിത ജയില്, അതുപോലെ ഒരു മിലേനിയർ പാലസ് ഉണ്ട്. ഇതെല്ലാം നമുക്ക് ഈ ബോട്ടിംഗ് സമയത്ത് കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ അതുപോലെ നിങ്ങൾക്ക് അല്ലാതെ ഇൻഡിവിജ്വലായിട്ട് അഗോഡ ജയിലിലോട്ട് പോകണമെങ്കിൽ അതിപ്പം ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. അഗോഡ ജയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ പോർച്ചുഗീസുകാർ അന്നത്തെ അവരുടെ ആ സമയത്ത് അവർ ഭരിച്ചിരുന്ന സമയത്ത് പണിത ഒരു ജയിലാണ്. ഇപ്പോൾ ഒരു 2-3 വർഷമായിട്ട് അത് ഒരു മ്യൂസിയമാക്കി മാറ്റി പബ്ലിക്കിന് വേണ്ടി തുറന്നു കൊടുക്കുന്നുണ്ട്. ടൂറിസ്റ്റുകൾക്ക് പ്രവേശനമുണ്ട് കേട്ടോ അവിടെ. അപ്പം നിങ്ങൾക്ക് അല്ലാതെ സെപ്പറേറ്റ് അങ്ങനെ പോകണമെങ്കിൽ അതും പോകാം. അപ്പോൾ എന്തായാലും നമുക്ക് മനോഹരമായി ഈ കാഴ്ചകളൊന്ന് കണ്ടു നോക്കാം.
കുറച്ച് നേരമായിട്ട് 2 ഡോൾഫിനുകൾ ചാടുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി, ഇവിടെ 2 ഡോൾഫിൻ ചാടുന്നത് കാണാൻ സാധിക്കുമല്ലോ. കുന്നിൻ്റെ മുകളിൽ ഒരു വെള്ള ബിൽഡിംഗ് ഇങ്ങനെ അതിന് ചുറ്റും ചുമന്ന ബിൽഡായിട്ടും കാണുന്നതാണ് നമ്മൾ ഇന്നലെ സന്ദർശിച്ച അഗോഡ ഫോർട്ട്. അഗോഡ ഫോർട്ടിലെ വാട്ടർ ടാങ്കാണ് ആ വെള്ള ബിൽഡിംഗ് കാണുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ഈ കരയോട് അടുക്കുമ്പോൾ കാണുന്ന ഈ ബിൽഡിങ്ങുകളാണ് അഗോഡ ജയിൽ എന്നറിയപ്പെടുന്നത്. പോർച്ചുഗീസുകാർ അവരുടെ ഭരണസമയത്ത് പണിതാണ് അഗോഡ ജയിൽ. ഈ അഗോഡ ജയിൽ ഇപ്പം 2016 ശേഷമാണ് ജനറൽ പബ്ലിക്, അതായത് പബ്ലിക്കിന് വേണ്ടി, ടൂറിസ്റ്റുകൾക്ക് വേണ്ടി തുറന്നു കൊടുത്തത്. ഇപ്പോൾ അത് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ഒരു മ്യൂസിയമായിട്ടാണ് മാറ്റിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സെപ്പറേറ്റ് അവിടെ സന്ദർശിക്കുകയാണെങ്കിൽ അങ്ങനെ സന്ദർശിക്കാവുന്നതാണ്. ഇതൊരു മ്യൂസിയമായിട്ട് ഇന്ന് ജനറൽ പബ്ലിക്കിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ട്. കടലിലൂടെയുള്ള ബോട്ടിങ്ങിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരു അത്ഭുത നിർമ്മിതിയാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന മില്ലേനിയർ പാലസ്. അതിന് പുറകിൽ പള്ളി കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ മോസ്റ്റ് അട്രാക്റ്റീവ് എന്ന് പറയുന്നത് ഈ മില്ലേനിയർ പാലസാണ്. ഇതൊരു 5 ഏക്കറിൽ നിൽക്കുന്ന ഒരു പാലസാണ് കേട്ടോ. ഇതിൻ്റെ ഉടമസ്ഥൻ ജിമ്മി ഗസാലസ് ആയിരുന്നു. ഇപ്പോൾ അത് വേറെ ഓണറാണ്, പിങ്കി റെഡ്ഡി എന്ന് പറയും. അവരുടെ കയ്യിലാണ് ഇപ്പോൾ ഈ പാലസ് ഇരിക്കുന്നത്. GVK ഗ്രൂപ്പ് വൈസ് ചെയർമാൻ സഞ്ജയ് റെഡ്ഡിയുടെ വൈഫാണ് പിങ്കി റെഡ്ഡി. ഇപ്പോൾ അവരുടെ ഉടമസ്ഥയിലാണ് ഇതെന്നാണ് പറയുന്നത് കേട്ടോ. അങ്ങനെ വളരെ മനോഹരമായി ഈ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് 45 മിനിറ്റ് ആകാറാകുമ്പോഴേക്കും നമ്മുടെ ഈ ഒരു ഏരിയയിലോട്ട് വരും. പിന്നെ കരയോട് അടുത്താണ്. പിന്നെ നമ്മൾ മണ്ടോവി റിവറിലോട്ട് കയറിയാണ് ബോട്ടിങ് അവസാനിപ്പിക്കുന്നത്. ഇതിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്, നിങ്ങളൊരിക്കലും മിസ് ചെയ്യരുത്. ഈ പാലസിനും നല്ലൊരു വ്യൂ ആണ്, കാരണം ഒരു മൗണ്ടൈൻ്റെ വ്യൂ, മൗണ്ടൈനിൽ വളരെ മനോഹരമായി പോർച്ചുഗീസ് സ്റ്റൈലിലുള്ളൊരു പാലസ്. അങ്ങനെ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് ഒരു 45 മിനിറ്റ് സ്പെൻഡ് ചെയ്തു. അതിനുശേഷം തിരിച്ച് ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഡെസ്റ്റിനേഷനിലേക്ക് തിരിക്കുകയാണ്. അങ്ങനെ തിരിച്ച് മണ്ടോവി റിവറിലൂടെ പോകുമ്പോൾ കാണുന്ന 2 സൈഡിലെയും കാഴ്ചകളും നമ്മുടെ ഗോവയുടെ സിറ്റിയുടെ ദൂരെ എന്നുള്ള നോർത്ത് ഗോവയുടെ വ്യൂസൊക്കെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കേട്ടോ. എന്തായാലും നിങ്ങൾക്കെല്ലാം ഈ കാഴ്ചകൾ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഗോവ വരുന്നവർ, അഗോഡ ഫോർട്ട് കാണാൻ വരുന്നവർക്ക് ഈ ബോട്ടിംഗ് ചൂസ് ചെയ്യാവുന്നതാണ്.
കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും നല്ല വിശപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് അങ്ങോട്ട് പോയപ്പോൾ ഒരു കറി ഹൗസ് എന്ന് പറഞ്ഞ നല്ലൊരു റെസ്റ്റോറൻറ്റ് കണ്ടു. അപ്പം വണ്ടി പാർക്ക് ചെയ്ത് അവിടെ കയറി നല്ല വിഭവസമൃദ്ധമായ ഫുഡൊക്കെ ലഞ്ച് കഴിച്ചു. ഡിഫറെൻ്റായിട്ട് ഓരോരുത്തരും ഓർഡർ ചെയ്തു. നല്ല ടേസ്റ്റി ഫുഡായിരുന്നു കേട്ടോ. അത്യാവശ്യം കത്തിയാണെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളിവിടുന്ന് മടങ്ങുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, താങ്ക് യു.